ഭരണഘടനയെ കശാപ്പ് ചെയ്തതായി എം വി ഗോവിന്ദന്റെ പാർട്ടിയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഏത് ഗവർണർ വന്നാലും പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും കള്ളത്തരങ്ങൾ നടക്കില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. എല്ലാ ക്രൈസ്തവ സഭകളുമായും കേന്ദ്ര സർക്കാരിനും ബി.ജെ.പിക്കും നല്ല ബന്ധമാണെന്നും കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എതിരെയുള്ള എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം CPM നടത്തിയപ്പോഴാണ് ഗവർണർ അതിനെതിരെ നിലപാടെടുത്തത്. കഴിഞ്ഞ 5 വർഷവും CPMഉം സർക്കാരും പല കാര്യങ്ങളിലും മറുപടി പറയേണ്ടി വന്നു. അതിന്റെ ജാള്യതയാണ് എം വി ഗോവിന്ദന്. ഏത് ഗവർണർ വന്നാലും പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും കള്ളത്തരങ്ങൾ നടക്കില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഗോവിന്ദന്റെ പാർട്ടിയാണ് ഭരണഘടനയെ കശാപ്പ് ചെയ്തത്. അതാണ് കേരളം കണ്ടത്. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനോട്, ആദരണീയനായ ഗവർണറോട് CPMനുള്ള വൈരാഗ്യം മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷവും CPMനും പിണറായി വിജയനും പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ട് വന്നു. അതിനുള്ള ജാള്യതയാണ് ഗോവിന്ദൻ ഇപ്പോൾ ഉള്ളത്. ഗോവിന്ദൻ വിചാരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പോയി വേറൊരു ഗവർണർ വന്നാൽ ഈ കള്ളത്തരമെല്ലാം ഇവിടെ നടത്താമെന്നാണ്. ഏത് ഗവർണർ വന്നാലും ഗോവിന്ദന്റെ കള്ളത്തരങ്ങൾ, പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നില്ല. ബി.ജെ.പി. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ അടൽ ബിഹാരി വാജ്പേയി ജന്മശതാബ്ദി ആഘോഷത്തിലും കെ സുരേന്ദ്രൻ പങ്കെടുത്തു. വാജ്പേയി ഈ രാജ്യത്തിന്റെ സത്പുത്രനാണെന്നും ലോകം മുഴുവൻ അംഗീകരിച്ച രാഷ്ട്രീയ പ്രവർത്തകനാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അടൽ ബിഹാരി വാജ്പേയി ഇതുപോലൊരു പ്രധാനമന്ത്രിയെ, ഇതുപോലൊരു രാഷ്ട്രീയ നേതാവിനെ, ഇതുപോലൊരു ജനനായകനെ മറ്റൊരു പാർട്ടിക്കും ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയം. അത്ര ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, എല്ലാ നിലയ്ക്കും ഈ രാജ്യത്തിന്റെ ഒരു സൽപുത്രൻ. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ എല്ലാ ആശങ്കയോടൊപ്പവും ബി.ജെ.പി. നിന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന ക്രിസ്ത്യാനികൾക്കും വേണമെന്ന് പറഞ്ഞത് ബി.ജെ.പി. മാത്രമാണെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ ബി.ജെ.പി. അത് പങ്കുവെക്കുന്നതിൽ അവർക്ക് സഹിക്കുന്നേയില്ല. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക്, മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന, ന്യൂനപക്ഷ പരിഗണന വേണമെന്ന് ഏത് പാർട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്? കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? ഒരേ ഒരു പാർട്ടിയെ പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിലെ 2 മതന്യൂനപക്ഷങ്ങളെയും, പ്രധാനപ്പെട്ട 2 മതന്യൂനപക്ഷങ്ങളെയും അവർക്ക് തുല്യമായിട്ടുള്ള പരിഗണന കിട്ടണം. വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ജനസംഖ്യയ്ക്ക് അനുപാതത്തിൽ കിട്ടണം, അല്ലാതെ 80-20 കിട്ടിയാൽ പോരാ. ഇത്രയും പുരോഗമനപരമായ ഒരു നിലപാട് കേരളത്തിലെ ഏത് പൊളിറ്റിക്കൽ പാർട്ടി പറഞ്ഞിട്ടുണ്ട്? എല്ലാ ക്രൈസ്തവ സഭകളുമായും കേന്ദ്ര സർക്കാരിനും ബി.ജെ.പിക്കും നല്ല ബന്ധമാണെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ജനം, തൃശൂർ.